വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളുടെ ചാനലിലെ സെക്കൻഡ് ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. അതെ, ഇന്നാണ് നമ്മൾ ഗിവ് അവേയുടെ ഗിഫ്റ്റ്സൊക്കെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോ ഗിഫ്റ്റ്സ് എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുനോക്കിയാലോ. അപ്പോൾ ആദ്യത്തെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പൗച്ചാണ്. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ 2 ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒന്ന് നിങ്ങൾക്കും ഒന്ന് എനിക്കും. ശരിക്കും പറഞ്ഞാൽ വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഈ പൗച്ചസ് ഇത്ര അടിപൊളിയായിരിക്കുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. പക്ഷേ കൈ കിട്ടിയപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലായി. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള 2 പൗച്ചസാണ് കേട്ടോ. ഇതുപോലെ 3 കമ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾക്ക് പെൻസിൽസ് ഇടാനും അതുപോലെ ഓരോന്നിനും വേറെ തന്നെ സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും സ്കൂളിലും കോളേജിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ ഗിഫ്റ്റ് ഓരോന്ന് സെലക്ട് ചെയ്തത് ഞാൻ കമൻറ്റ് ബോക്സ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് നിങ്ങൾ അധിക പേരും സ്കൂൾ കുട്ടികളാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന രീതിക്കാട്ടോ ഞാൻ ഗിഫ്റ്റ്സൊക്കെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ സെലക്ഷൻ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ബോക്സ് എന്താണെന്ന് കണ്ടാലോ. അപ്പോൾ നെക്സ്റ്റായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് ജേർണലിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. നാച്ചുറൽസ് പോയട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി സ്റ്റിക്കർ സെറ്റാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇതിലാണെങ്കിൽ 4 ഡിഫറെൻറ്റ് തീമിലാണ് കേട്ടോ സ്റ്റിക്കേഴ്സ് വരുന്നത്. ഫ്ലവേഴ്സ്, മഷ്റൂംസ്, ബട്ടർഫ്ലൈസ്, പ്ലാന്റ്സ് എന്നാണ് കേട്ടോ ഇതിൽ എഴുതിയിട്ടുള്ളത്. നമ്മൾ നേരിട്ട് കാണുമ്പോൾ ആണെങ്കിൽ 4 കളറിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതെന്തായാലും ഞാൻ അൺബോക്സ് ചെയ്യുന്നില്ല കേട്ടോ. കാരണം ഇത് ആളുടെ കൈമ കിട്ടുമ്പോൾ ആ ഒരു ഫ്രഷ്നെസ് വേണമെങ്കിൽ ഇതിങ്ങനെ തന്നെ കീപ്പ് ചെയ്യുന്ന നല്ലതെന്നാട്ടോ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് കിട്ടുന്ന ആൾ ജേർണലിംഗ് ഇഷ്ടമുള്ള ആളാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഐറ്റം സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ഐറ്റം എന്താണെന്ന് കണ്ടാലോ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള നമ്മൾ 3ാമത്തെ ബോക്സ് അൺബോക്സ് ചെയ്യാൻ പോവാണേ. അപ്പോൾ ഇതിലുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്യൂട്ട് ഓർഗനൈസറാണ് കേട്ടോ. അതുപോലെ തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇത്തവണ ഗിവ് അവേ കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട കേട്ടോ. നമ്മൾ ഇനിയും നമ്മളെ ചാനൽ തുടരുമല്ലോ. അപ്പോൾ ഇനിയും ഒരുപാട് ഗിവ് അവേഴ്സൊക്കെ നമ്മളെ ചാനലിൽ വരും. അപ്പോൾ ഇത്തവണ കിട്ടിയില്ലെങ്കിൽ അടുത്ത തവണ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വൈറ്റ് ഓർഗനൈസറാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇതുപോലെ 8 കമ്പാർട്ട്മെൻറ്റ് വരുന്ന ഒരു ക്യൂട്ട് ഓർഗനൈസർ. ഇതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഇട്ട് വയ്ക്കാം. പെൻസിൽസ്, ഇനി നിങ്ങൾ ജേർണലിംഗ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ജേർണലിംഗ് സപ്ലൈസ്, അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയുള്ള ഒരു ക്യൂട്ട് ഓർഗനൈസർ. അപ്പോൾ ഇനി വിന്നേഴ്സ് ആരാന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ അത് പറയുന്നതിന് മുന്നായിട്ട് ഞാൻ വിന്നേഴ്സിനെ സെലക്ട് ചെയ്തത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ ഗിവ് അവേയിൽ പങ്കെടുക്കാനായിട്ട് ഒരുപാട് റൂൾസും കാര്യങ്ങളും ഒന്നും ഞാൻ വെച്ചിട്ടില്ല. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇത്രയും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ എന്നതിട്ടോ അതിന് ശേഷം ഇന്ന് വരെ കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ വീഡിയോസൊക്കെ കാണുകയും അതിനെപ്പറ്റി നല്ല അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്ന 3 പേരെയാണ് കേട്ടോ ഞാൻ വിന്നേഴ്സായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഗിവ് അവേയിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നൊന്നുമില്ല. 3 പേർക്കും ഒരേ പ്രൈസ് റേഞ്ചിൽ വരുന്ന 3 ഡിഫറെൻറ്റ് ഗിഫ്റ്റ്സാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് അറിയാനുള്ള സമയമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വിന്നറായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് മേരി മത്തായി /G1Z എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയാണ്. അപ്പോൾ ആൾക്കുള്ള ഗിഫ്റ്റാണ് ഈ പേർപ്പിൾ പൗച്ചും അതുപോലെ തന്നെ 2 പെൻസിൽസും. സെക്കൻഡായിട്ട് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഓർഗനൈസർ കിട്ടാൻ പോകുന്നത് @Azamariya എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയ ആണ് കേട്ടോ. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മൾ ഈ ഒരു നാച്ചുറൽസ് പോയട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റിക്കറിൻ്റെ സെറ്റ് കിട്ടാൻ പോകുന്നത് നമ്മൾ 3ാമത്തെ വിന്നറായിട്ടുള്ള ഇർഫാന യൂസഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയിലുള്ള ആൾക്കാണ്. അപ്പോൾ ഇവർ 3 പേരാണ് നമ്മളെ ഗിവ് അവേയുടെ വിന്നേഴ്സായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ 3 പേര് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം ID തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കയറി ഫോളോ ചെയ്യുക, എന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കാം. ഇനി ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവരാണെങ്കിൽ ഞാൻ എൻ്റെ മെയിൽ ID ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് എനിക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാവേ.